അനുഗ്രഹകരമായ 25 നോമ്പിൻ്റെ 2-ാം ദിനത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളെ സങ്കേതഭവനത്തിൽ ആകർഷിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നു. വന്നിരിക്കുന്നവരെയും വന്നുകൊണ്ടിരിക്കുന്നവരെയും വരാനിരിക്കുന്നവരെയും വരാൻ സാധിക്കാതെ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും എല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ആരാധന, ധ്യാനം മുതലായവ നമ്മുടെ പൂർവ്വ ശാപ മോചന പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെ എത്രാം ദിവസമായത്? 6-ാം ദിവസം. കഴിഞ്ഞ 5 ദിവസം നമ്മൾ പൂർവ്വശാപങ്ങൾ വന്ന വഴികൾ പഠിച്ചു, അതിന് പരിഹാരത്തിനായി പ്രാർത്ഥിച്ചു, കുർബാന അർപ്പിച്ചു, കുർബാന അനുഭവിച്ചു. നോമ്പിന് 2-ാം ദിനത്തിൽ ദൈവം നമുക്ക് തന്നതെല്ലാം വീണ്ടും ബലിപീഠത്തിൽ സമർപ്പിച്ച് കർത്താവ് തരുന്നതും കൊണ്ട് പോകുവാൻ നിങ്ങൾ ഒരിക്കലൂടെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഈ സങ്കേതഭവനത്തിനും ഇതിൻ്റെ വസ്തുക്കൾക്കും ഇതിൻ്റെ ചുറ്റുപാടുകൾക്കും ഇതിൻ്റെ ഗേറ്റുകൾക്കും എല്ലാം കർത്താവ് സംരക്ഷണം കൊടുക്കാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ സംരക്ഷണ വലയത്തിലായിരുന്നുകൊണ്ട് ഇന്ന് തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വിതരണം ചെയ്യുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളിന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾക്ക് നന്ദി പറയാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം നമ്മളിന്ന് വായിച്ചു. അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ആ ഇസ്ഹാക്കിൻ്റെ കൂടെ ശത്രുക്കൾ പോലും വന്ന് നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് സാക്ഷിച്ച അനുഭവം നമ്മളൊന്ന് കേട്ടു. നമ്മുടെ ഈ നോമ്പിൻ്റെ ലാഖതാണ്. 25 നോമ്പ് വിജയിച്ചാൽ ബേത്ലഹേമിൽ മാതാവിൻ്റെ യോസേഫിൻ്റെ അടുത്ത് ദൈവ പൈതൽ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ് ആട്ടിടയന്മാരും വിദ്വാൻമാരും ഒന്ന് ആരാധിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന, ജനിക്കുന്ന, വളരുന്ന യേശു കുഞ്ഞിനെ മറ്റുള്ളവർ കണ്ട് ആരാധിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ യേശു കുഞ്ഞിനെ വളർത്തുവാനും മറ്റുള്ളവർക്ക് കാണുവാനും പറ്റിയ വിധത്തിൽ ഒരുക്കുവാൻ തക്കവണ്ണം, വളർത്തുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുകയാണ്, തയ്യാറാകുകയാണ്. അതിന് ദൈവകൃപയുടെ, ദൈവ സംരക്ഷണയുടെ ആത്മീയ കോട്ട നമുക്ക് വേണം. ആ ആത്മീയ കോട്ട ലഭിച്ച് അതിൻ്റെ സംരക്ഷണ വലയത്തിലാണ് നമ്മൾ വളരേണ്ടത്. പരിശുദ്ധ മാതാവിനെ വചനം മാംസം ധരിക്കുവാൻ തന്നെ ജീവിതം വിട്ടുകൊടുത്തപ്പോൾ ലോകം മുഴുവനും അവളെ വെറുത്തു. എൻ്റെ നാമം നിമിത്തം സകലിൽ നിങ്ങളെ പകയ്ക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം മറിയാമിന് ലഭിച്ചത് പകയും വിദ്വേഷവും ദണ്ഡനങ്ങളും പീഡനങ്ങളുമാണ്. ആ സമയത്ത് മറിയാം യേശു കുഞ്ഞിനെ ഒറ്റയ്ക്ക് രഹസ്യമായി വളർത്തുവാൻ പറ്റിയ കൂട്ടായ്മ കിട്ടുന്ന എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയി. 3 മാസത്തെ ആ കൂട്ടായ്മയാണ് എലിസബത്തിൻ്റെ ഉള്ളിലെ യോഹന്നാനെയും മാതാവിൻ്റെ ഉള്ളിലെ യേശു കുഞ്ഞിനെയും വളർത്തുവാൻ സഹായിച്ചത്. അപ്പോൾ നമ്മൾ വചനപ്പെരുന്നാളിന് ശേഷം രഹസ്യമായി യേശു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ വളരുന്ന യേശു കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടുവാൻ, വളരുവാൻ നമ്മൾ ഈ സങ്കേതപട്ടണത്തിലെ, സങ്കേതഭവനത്തിലെ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ കൂട്ടായ്മ, ആ കോട്ട നമുക്ക് ലഭിക്കാൻ നമുക്ക് ഈ വചനങ്ങളുടെ വെളിച്ചത്തിലുള്ളതായ സംരക്ഷണം ഏറ്റുവാങ്ങാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 122-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇന്ന് നമ്മളുടെ ഉള്ളിൽ അനുഭവമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 122-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. അത് നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിൻ്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അനുഭവം നമുക്കുണ്ടാകട്ടെ. 147-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നിൻ്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ അനുഭവമാകട്ടെ. സഖറിയ 2:5 ഞാനതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ളതായ കോട്ടയായിരിക്കും, ഞാൻ എൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും എന്ന് പറഞ്ഞ വചനം നമ്മുടെ അനുഭവമാകട്ടെ. സങ്കീർത്തനം 125:2 പർവ്വതങ്ങൾ യെരൂശലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞ വചനം നമ്മുടെ അനുഭവമാകട്ടെ. സഖറിയ 9:8 ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കുന്നു, ഒരു മർദ്ദകനും
ഇനി അവിടെ കടക്കുകയില്ല, കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവിടെ മേലുണ്ടെന്ന് പറഞ്ഞ വചനം നമ്മുടെ അനുഭവമാകട്ടെ. ഈ സമയത്ത് യേശുവൻ അടിസ്ഥാനം എന്ന പാട്ട് പാടിക്കൊണ്ട് ഈ യേശു നമുക്ക് സങ്കേതഭവനമായി, സങ്കേതപട്ടണമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എന്നടിസ്ഥാനം ആശയാവേനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവേനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ നാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. മധുരമാവേ നാമമെനിക്കു പാർക്കാം, മധുരമാവേ നാമമെനിക്കു പാർക്കാം. മാഞ്ഞു പോകുന്നു, ഓർത്തു വരുന്നോരുമേ, ആത്മീമാഞ്ഞു പോകുന്നു, ദാരിദ്ര്യമെന്നെ കൈക്കൊണ്ടോ ശക്തി എന്മേൽ, ദുഃഖം ദാരിദ്ര്യമെന്നെ കൈക്കൊണ്ടോ ശക്തി എന്മേൽ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവേ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവേ, നാമെന്നെ പിടിച്ച ദേഹം ചെയ്യിച്ചാലുമേ, ലോകമെന്നെ പിടിച്ച് ദേഹം ചെയ്യിച്ചാലുമേ, വേഗം വരുമെന്നാതെ വേഗം പുതുതാക്കിട, വേഗം വരുമെന്നാതെ വേഗം പുതുതാക്കിട. ഭക്തരെന്നിൽ വന്ന ശാപക്കാരകൾ നീക്കി, ഭക്തരെന്നിൽ വന്ന ശാപക്കാരകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. നാമെനിക്കു വൈരി
കുർബാനയുടെ ഈ ആരംഭത്തിൽ പൂർവ്വശാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ട വശങ്ങൾ ഇനിയുമുള്ളത്, അതിൽ നിന്ന് മാറിക്കിട്ടുവാൻ നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുവരുന്നു. കർത്താവേ, എൻ്റെ മാതൃപിതൃ കുടുംബശാഖകളിൽ നിന്ന് മരിച്ചുപോയ 7 തലമുറകളിലെ ആത്മാക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ ആൾത്താരയിൽ, ഈ ത്രോണോസിൽ ഞാൻ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും സ്വീകരിച്ച് മരിച്ചവരുടെ കടങ്ങൾ പൊറുക്കുവാൻ പിതാവായ ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും. ആ വിശ്വാസ പ്രമാണം പുതുക്കിക്കൊണ്ട് നമ്മൾ സംരക്ഷണ വലയത്തിൽ അഭയം പ്രാപിക്കുകയാണ്. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം അന്വർത്ഥമാകുവാൻ നമുക്ക് ആ വചനവും നമ്മൾ അന്വർത്ഥമാകാൻ പ്രാർത്ഥിക്കുകയാണ്. പഴയ ഇസ്രായേലിന് കിട്ടിയതായ സംരക്ഷണ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിക്കാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. പുറപ്പാട് 12-ന്റെ-23 നിങ്ങളുടെ മേൽപ്പടിയിലും 2 കട്ടളകാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കുവാൻ അവിടുന്ന് അനുവദിക്കുക. ആ വാക്തത്വം ഈ സങ്കേത ഭവനത്തിനും ഈ ജീസസ് നഗറിന് നമ്മുടെ ഭവനങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ 4 വശത്തേക്കും കഴിഞ്ഞു കൊണ്ടിക്കൊണ്ട് രക്ഷകൻ യേശുവിൻ തിരുരക്തം രക്ഷാകവചം തീർക്കട്ടെ എന്ന് നമ്മൾ പതിവാക്യമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യം കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് ഈ സങ്കേത ഭവനത്തിനും ഈ സങ്കേത പട്ടണത്തിനും നമ്മുടെ ഭവനങ്ങൾക്കും രക്ഷാകവചം തീർക്കാൻ നമ്മുടെ കൈകൾ കിഴക്കോട്ട് ചൂണ്ടിക്കൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റുകയാണ്. രക്ഷകനേശുവിൻ തിരുരക്തം രക്ഷാകവചം തീർക്കട്ടെ, രക്ഷകനേശുവിൻ തിരുരക്തം രക്ഷാകവചം തീർക്കട്ടെ, രക്ഷകനേശുവിൻ തിരുരക്തം രക്ഷാകവചം തീർക്കട്ടെ, രക്ഷകനേശുവിൻ തിരുരക്തം രക്ഷാകവചം തീർക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിലെ വചനം ഇപ്പോൾ നമ്മുടെ അനുഭവമാകുന്നു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. മാലാഖമാരുടെ കാവൽ നമുക്ക് ലഭിക്കാൻ തരണം. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. മാലാഖമാർ ഈ സ്ഥലത്തിന് നമ്മുടെ ഭവനങ്ങൾക്ക് കാവലായിരിക്കട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന ഇതുപോലെ 4 ദിക്കിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ അനുഭവമാക്കാം. കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ. കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ. കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ. കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, കാവൽ നൽകി രക്ഷിക്കാൻ വേഗം വരണേ മാലാഖേ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ, മാലാഖേ മാലാഖേ മൈക്കിൾ റാഫേൽ ഗബ്രിയേൽ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ശക്തൻ ആയുധധാരിയായതിന്റെ കൊട്ടാരത്തിനെ കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ഈ വചനപ്രകാരം ഈ സങ്കേത ഭവനത്തിന്റെ വസ്തുക്കൾ, ഇതിന് വരാനിരിക്കുന്ന വസ്തുക്കൾ, ഇവിടെ വന്നു ചേരുന്നവർ, വന്നുകൊണ്ടിരിക്കുന്നവർ, നമ്മുടെ ഭവനവാസികൾ
നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ പൂർവ്വതലമുറ, ഇവർക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നമ്മളവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആയുധമേന്തി മാലാഖേ, ആയുധമേന്തി മാലാഖേ, കാവൽ നിൽക്കാൻ നീ വരണേ. ആയുധമേന്തി മാലാഖേ, കാവൽ നിൽക്കാൻ നീ വരണേ. തിരുനാമത്തിൽ കെട്ടിയ കോട്ട മാലാഖേ നീ കാക്കണമേ. തിരുനാമത്തിൽ കെട്ടിയ കോട്ട മാലാഖേ നീ കാക്കണമേ. മുഖ്യദൂതൻ മാലാഖേ, മീഖായേലേ മാലാഖേ, മുഖ്യദൂതൻ മാലാഖേ, മീഖായേലേ മാലാഖേ. സഭയുടെ പാലകൻ മാലാഖേ, ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. സഭയുടെ പാലകൻ മാലാഖേ, ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. അന്ധകാര ശക്തികളെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാൻ, യുദ്ധം ചെയ്തു തോൽപ്പിക്കാൻ, അന്ധകാര ശക്തികളെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാൻ. അഗ്നിവാളായി നീ വരണേ സൈന്യാധിപന മാലാഖേ, അഗ്നിവാളായി നീ വരണേ സൈന്യാധിപന മാലാഖേ. ഉന്നത പ്രഭുവേ മാലാഖേ, ദൈവഛായയിൽ സൃഷ്ടിച്ച, ഉന്നത പ്രഭുവേ മാലാഖേ, ദൈവഛായയിൽ സൃഷ്ടിച്ച. മക്കളെ ദുഷ്ടൻ ഭരിക്കുമ്പോൾ രക്ഷകനായി നീ വരിക. മക്കളെ ദുഷ്ടൻ ഭരിക്കുമ്പോൾ രക്ഷിക്കാനായി നീ വരിക. മക്കളെ ദുഷ്ടൻ ഭരിക്കുമ്പോൾ രക്ഷിക്കാനായി നീ വരിക. രക്ഷിതരായവരാത്മാക്കൾ സ്വർഗത്തേക്ക് ഗമിക്കുമ്പോൾ, രക്ഷിതരായവരാത്മാക്കൾ സ്വർഗത്തേക്ക് ഗമിക്കുമ്പോൾ. നീതാനല്ലോ വഴികാട്ടി അറുമ്പടിയേകാൻ നീ വരണേ. നീതാനല്ലോ വഴികാട്ടി അറുമ്പടിയേകാൻ നീ വരണേ. വഞ്ചകനായ സാത്താനെ അടിമപ്പെടുത്താൻ നീ വരിക. വഞ്ചകനായ സാത്താനെ അടിമപ്പെടുത്താൻ നീ വരിക. ദുഷ്ടാരൂപി ഒരിക്കലും ഈ സഭയെ ശല്യം ചെയ്യല്ലേ. ദുഷ്ടാരൂപി ഒരിക്കലും ഈ സഭയെ ശല്യം ചെയ്യരുത്. ഞങ്ങൾ ഉയർത്തും പ്രാർത്ഥനകൾ തിരുസന്നിധിയിലെത്തിക്ക. ഞങ്ങൾ ഉയർത്തും പ്രാർത്ഥനകൾ തിരുസന്നിധിയിലെത്തിക്ക. ദൈവകരുണ വേഗത്തിൽ ഞങ്ങൾക്ക് ഇന്നുണ്ടാകട്ടെ. അടുത്തതിലേക്ക്. ദുഷ്ടസർപ്പം സാത്താനെ പാതാളത്തിൽ ബന്ധിക്കൂ. ദുഷ്ടസർപ്പം സാത്താനെ പാതാളത്തിൽ ബന്ധിക്കൂ. ദുഷ്ടസർപ്പം സാത്താനെ പാതാളത്തിൽ ബന്ധിക്കൂ. വഴിതെറ്റിക്കാൻ ദുഷ്ടനവൻ മേലിൽ പുറത്തു കിടക്കല്ലേ. ദുഷ്ടസേനയെ തുരത്തണമേ, ദൈവജനത്തെ കാക്കണമേ. ദുഷ്ടസേനയെ തുരത്തണമേ, ദൈവജനത്തെ കാക്കണമേ. വഴിതെറ്റാതെ നയിക്കണമേ ഇന്നും എന്നും മാലാഖേ. വഴിതെറ്റാതെ നയിക്കണമേ ഇന്നും എന്നും മാലാഖേ. ആയുധമേന്തി മാലാഖേ, കാവൽ നിൽക്കാൻ നീ വരണേ. ആയുധമേന്തി മാലാഖേ, കാവൽ നിൽക്കാൻ നീ വരണേ. മുഖ്യദൂതൻ മാലാഖേ, മീഖായേലേ മാലാഖേ. സുഭാഷിതങ്ങൾ 18 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്, നീതിമാൻ അതിലോടി കയറി സുരക്ഷിതനായി കഴിയുന്നു. നമുക്ക് എല്ലാ പഞ്ചായത്തും പറയാം. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്, നീതിമാൻ അതിലോടി കയറി സുരക്ഷിതനായി കഴിയുന്നു. യേശുവേ സ്തുതി നന്ദി ഹല്ലേലൂയ. യേശുവേ സ്തുതി നന്ദി ഹല്ലേലൂയ. യേശുവേ നന്ദി സ്തുതി ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അനുഭവത്തിന് സാബോധന പ്രാർത്ഥന ആവശ്യമുള്ളത് ഇപ്പോൾ മുമ്പോട്ട് വരാം. ശ്രീയേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം കേളേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും
ഇരിക്കാം. പതിനൊന്ന് മണി വരെയുള്ള സമയം വചനം ധ്യാനിക്കാനുള്ള സമയമാണ്. സാക്ഷ്യം പറയാനും വചനം പങ്കിടാനും തമ്മിൽ പ്രബോധിപ്പിക്കാനുള്ള സമയമാണ്. അതിന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചൊരുക്കിയവർക്ക് മുമ്പോട്ട് വരാം. കുർബാന കഴിഞ്ഞ് സാക്ഷ്യം പറയാനായിട്ട് ഒരുങ്ങിയിട്ടുള്ളവർക്ക് അതിനവസരം ഉണ്ടായിരിക്കും. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി ഈ സഹോദരനെ ഇപ്പോൾ നിയോഗിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 18 ഒന്നുകൂടി പുസ്തകമുള്ളവർക്ക് എടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെ. ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരായിരിക്കുമെന്ന് ചോദിച്ചു. യേശു ഒരു ശിശുവിനെ അടുത്ത് വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി പറഞ്ഞു, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതിനാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നുവെന്ന് യേശു അരുളി ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ ഇതിനോട് ചേർന്ന് വായിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ശിശുദിനമായി ആചരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ജനന ദിവസം കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ ശിശുദിനത്തിൽ ശിശുക്കളെ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മൾ ശിശുക്കളെ പോലെ ആകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുവാൻ ആ വേദഭാഗങ്ങൾ വായിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് 10-13 മുതൽ 16 വരെ. യേശു തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ തടഞ്ഞു. അതുകൊണ്ട് നീരസപ്പെട്ട യേശു അവരോട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ദൈവരാജ്യം ഇവരെ പോലെയുള്ളവരുടേതല്ലോ. ഒരു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്തവൻ ഒരു നാൾ മുതൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ ശിശുക്കളെ തന്നെ മാറോടണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. നമ്മളിപ്പോൾ എത്ര വയസ്സുള്ളവരാണെങ്കിലും നമ്മൾ ശിശുവിനെ പോലെയായി യേശുവിനെ മാറിലണയുവാൻ അവനിവിടെ എത്തിയിട്ടുണ്ട്. അനുഗ്രഹം വരുന്നത് ശിശുക്കളെ പോലെയായി തീരും നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലാണ്. ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ നമ്മുടെ ഏത് പ്രായമായാലും നമുക്ക് പുറകോട്ട് പോകാം. നമുക്ക് ശിശുക്കളെ പോലെയാകാം. ശിശുക്കളെ പോലെയായിട്ട് അനുഗ്രഹം ഏറ്റുവാങ്ങി അങ്ങനെ കർത്താവിന് സ്വന്തമായി തീരുന്ന നമ്മുടെ പ്രാണക്കുട്ടികൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ശിശുവിനെ പോലെ ആകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇരിക്കാം, സ്വല്പ സമയം ഇരിക്കാം. ദേഹിയുടെ മണ്ഡലം ശിശുവിനെ പോലെയാകാം, യുവാവിനെ പോലെയാകാം, വൃദ്ധനെ പോലെയാകാൻ സാധ്യതയുണ്ട്. ഏതാ ഇപ്പം നമ്മുടെ അവസ്ഥ? നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിന് അങ്ങനെ പല അവസ്ഥയിലിരിക്കാനുള്ള കഴിവുണ്ട്. ദേഹിയുടെ മണ്ഡലം നമ്മുടെ സോൾ വൃദ്ധനെ പോലെ, യുവാവിനെ പോലെ, ശിശുവിനെ പോലെ ഏതവസ്ഥയിൽ വേണേലും ആകാം. യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നുവെന്ന് എത്രാം സങ്കീർത്തനത്തിലാണ്? എത്രയാണ്? ഓർമ്മയുണ്ടോ? യുവാക്കൾ മഞ്ഞ് പോലെയാണെന്നാണ് പറയുന്നത്. യുവാക്കൾ അങ്ങനെയാണെങ്കിൽ വൃദ്ധര ആരെ പോലെ ഇരിക്കും? ഐസുകട്ട പോലെ ഇരിക്കും. ഇതാ അപ്പം നമ്മുടെ ദേഹിയുടെ മണ്ഡലം തണുത്തുറഞ്ഞ് വിശ്വാസമോ സ്നേഹമോ പ്രത്യാശയോ ഒന്നുമില്ലാതെ തണുത്തുറഞ്ഞ് ഐസുകട്ട പോലെ ഇരുന്നാൽ നമ്മുടെ ദേഹി കിളവിയായിരിക്കും, വൃദ്ധരായിരിക്കും. എന്നാൽ യുവാക്കളുടെ മഞ്ഞ് പോലെയാകുമെന്നാണ് പറയും നമ്മുടെ ദേഹിയുടെ മണ്ഡലം. മഞ്ഞുണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളം തിളച്ച് ആവി രൂപാന്തരപ്പെട്ടാണ് മഞ്ഞും മേഘവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം സ്വർഗരാജ്യത്തിൽ കയറണമെങ്കിൽ, കടക്കണമെങ്കിൽ ശിശുവിനെ പോലെയാകണം. ശിശുവിനെ പോലെയാകണമെങ്കിൽ ആവി പോലെയാകണം.
ആവിയുടെ അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് മേഘവും മഞ്ഞുമൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോൾ ദൈവരാജ്യത്തിന് നീതിയോ സമാധാനമോ പരിശുദ്ധാത്മാവിലോ സന്തോഷം ആസ്വദിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വെളിയിലായ കയറാൻ ഒക്കുന്നില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതിയും സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഉരുകി അത് തിളച്ച് ആവി പോലെയായി മുകളിലേക്ക് വരാമെങ്കിൽ ആവി പോലെയുള്ള നമ്മുടെ വശം ദൈവരാജ്യത്തിൽ കടക്കും, ദൈവസന്നിധിയിൽ ചെല്ലും. കർത്താവ് ആ ശിശുക്കളെ പോലെ എത്തുന്നവരെ മാറോടണയ്ക്കും. അപ്പോൾ കർത്താവിൻ്റെ മാറിലണയാനുള്ള വഴി എന്നാ? ശിശുവായാൽ മതി. ശിശു ആകാനുള്ള മാർഗം എന്നാ? ദൈവസ്നേഹാഗ്നിയിൽ തിളയ്ക്കണം, ഉരുകണം, ആവിയാകണം. ആവിയായി കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ താഴെ നിൽക്കാനൊക്കെ മുകളിലോട്ട് തന്നെ അങ്ങ് പൊങ്ങും. പാത്രത്തിലെ വെള്ളം പാത്രത്തിൽ കിടപ്പുണ്ട്, അതിനകത്ത് ഐസ് കട്ട ഉണ്ടെങ്കിൽ ഐസ് കട്ടയും വെള്ളവും എല്ലാം അതിനകത്ത് കിടക്കും. പക്ഷേ ആവി മാത്രം മുകളിലോട്ടങ്ങ് പോകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഒരിക്കലും കുറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതെന്നും തിളച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ ആവി ഉണ്ടായിട്ട് ആവി മുകളിലോട്ട് പോവുള്ളൂ. പാത്രത്തിലെ വെള്ളം പറ്റുന്നതിന് പിന്നെയും വെള്ളം ഒഴിച്ചാലേ പാത്രത്തിൽ ഈ ആവി പിന്നെയും ഉണ്ടാവുള്ളൂ. പഴയ കാലങ്ങളിൽ ചായക്കട നടത്തുന്നവർ ചെയ്യുന്നൊരു പണിയുണ്ട്, അറിയാമോ? ചായക്കട നടത്തുന്നവർ ഈ ചായ വെള്ളത്തിനകത്ത് ചെൻ്റെ നാണയത്തൊട്ടുകളിടും. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കിടുകിട വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൂരെ വഴിയേ പോകുന്നവർക്ക് അറിയാൻ വേണ്ട ഇവിടെ നല്ല തിളച്ച ചായ കിട്ടും ഇവിടെ എന്നൊരു അഡ്വർടൈസ് ഒരു പരസ്യമാണ് ഈ ശബ്ദം. അപ്പോൾ നല്ല ചായക്കടക്കാർ പാത്രത്തിൽ നാണയത്തൊട്ടുകളിട്ട് വെള്ളം തിളപ്പിച്ച് അങ്ങനെ ആവി നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ള അവിടേക്ക് ചായ കുടിക്കാൻ കാപ്പി കുടിക്കാൻ ആൾ തള്ളിക്കയറും. നല്ല ചൂട് കാപ്പി അവിടുന്ന്. അപ്പോൾ ചൂട് കാപ്പി ഉണ്ടെന്നുള്ളതിന് ലക്ഷണം എന്നാ? വെള്ളം കിടുകിട വെച്ചുകൊണ്ട് കിളിയിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ട് പഠിച്ച് ഓർമ്മ വന്നു. എൻ്റെ അപ്പൻ്റെ ഒരു കടയുണ്ടായിരുന്നു. കടയുടെ തൊട്ടരി ചായക്കടയുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ അവധിക്കാലത്തൊക്കെ അപ്പന് ഉച്ചയ്ക്കത്തെ ആഹാരമായിട്ട് പോകുമ്പോൾ കുറേ മണിക്കൂറുകൾ അവിടെ ചിലവഴിക്കുമായിരുന്നു. അപ്പോൾ ഈ ചായക്കടയിൽ വല്ലതും കഴിക്കാനും പറയാം, ചായ പോയി വല്ലതും കഴിച്ചോളാൻ പറയും. അപ്പോൾ അവിടെ കേട്ടൊരു ശബ്ദമാണ് ചെമ്പുകലത്തിനകത്ത് നാണയത്തോട്ട് കിടന്ന് കിളിയില വയ്ക്കുന്ന ശബ്ദം. ഇതെന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, വെള്ളം തിളച്ച് കിടക്കുന്നു, ആ കിളികൾക്കാൻ തീർന്നാൽ എൻ്റെ അർത്ഥം ചൂട് കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ കടക്കാരൻ എന്നാ ചെയ്യും? ചൂട് വറക് വെച്ച് പിന്നെയും ചൂടാക്കും. അങ്ങനെ നമ്മുടെ ഹൃദയമാകുന്ന പാത്രം ദൈവസ്നേഹത്തിൽ ഇങ്ങനെ കിളിയില വെച്ചുകൊണ്ടിരിക്കണം. 110-ന്റെ 3-ാം വാക്യത്തിൽ, സങ്കീർത്തനം 110-3 നിനക്ക്. അപ്പം നമുക്ക് യുവാവായ കർത്താവിൻ്റെ അടുത്ത് യുവതിയായിട്ട് ചെല്ലണമെങ്കിൽ എന്നാ ചെയ്യണം? ആദ്യം ശിശു ആകണം, പിന്നെ വളർന്ന് യുവതിയാകണം. നമ്മുടെ ദേഹിയുടെ മണ്ഡലം നമ്മുടെ വാണക്കുട്ടി ഈ കിളവിയെ പോലെ ഇരുന്നാൽ പോകാനൊക്കെയില്ല, കിളവനെ പോലെ ഇരുന്നാലും പോകാനൊക്കെയില്ല. അതൊരുകണം. വൃദ്ധനെ പോലെ പ്രായമായവരെ പോലെ ഐസ് കട്ട പോലെ ഇരുന്നാൽ അങ്ങോട്ടൊന്നും പോകാനൊക്കെയില്ല. ഐസ് കട്ട തല്ലി പൊട്ടിച്ച് വെള്ളത്തിലിട്ട് ഉരുക്കി ആവിയായാൽ അങ്ങോട്ട് പോകാം. ആവി പൊങ്ങിക്കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അതിന് രൂപാന്തരം സംബന്ധിച്ച് മഞ്ഞാകും. അപ്പോൾ കർത്താവ് മഞ്ഞായിട്ട് ഇങ്ങോട്ടും വരും. അപ്പോൾ മഞ്ഞും കൂടെ കൂടിയാൽ നല്ല സന്തോഷം, ഒന്നായിത്തീരും. മഞ്ഞും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ ഒന്നായി. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വർഗീയ മണവാളനായ യേശു സ്വർഗത്തിൽ നിന്ന് മഞ്ഞ് പോലെ താഴോട്ട് വരും. നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രാണക്കുട്ടി ആവി പോലെ പൊങ്ങി മഞ്ഞ് പോലെയായി ചെന്നാൽ മഞ്ഞും കൂടെ ഒന്നിച്ചു കൂടി, അതാണ് മിസ്റ്റിക്കൽ മാരേജ് എന്നതിൻ്റെ പേര്. മിസ്റ്റിക്കൽ മാരേജ്, മിസ്റ്റിക്കൽ വെഡ്ലോക്ക് എന്നൊക്കെ പറയും. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ്. നമുക്ക് ദൈവവുമായതുപോലെ നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളെ ഹോയെന്ന് അവൻ്റെ നാമം. അപ്പോൾ സൃഷ്ടാവായ കർത്താവുമായിട്ട് പറ്റിച്ചേരണമെങ്കിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം യുവതിയെ പോലെ ആകണം, കർത്താവ് യുവാവിനെ പോലെ താഴോട്ട് വരും. യുവതി യുവാവും കൂടെ ഒന്നായിത്തീരും. അതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുഖം, അതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സന്തോഷം, അതാണ് ഏറ്റവും വലിയ ആനന്ദമാണ്. ആ സ്നേഹത്തെക്കുറിച്ചാണ് ഇതിനു മുമ്പായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവസ്നേഹാഗ്നിയിൽ മാത്രമേ നമുക്ക് ശിശുവായി യുവതിയായി ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ നീതിയും സമാധാനവും പരിശുദ്ധ സന്തോഷവും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഴയ നിയമകാലത്ത് തിരിഞ്ഞ് ശിശുവിനെ പോലെയായി ഈ ആനന്ദം അനുഭവിച്ച ഒരാളുടെ കഥ
2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലുണ്ട്. എങ്ങനെയാണ് ഈ തിരിയുന്നത്, ശിശുവിനെ പോലെ ആകുന്നത് എന്ന് പഠിക്കാൻ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ ഒരാൾക്ക് ശിശുവിനെ പോലെയുള്ള ശരീരം കിട്ടിയെന്നാണ് പറയും. ശിശുവിനെ പോലെയുള്ള ഹൃദയവും കിട്ടി. അതിനുള്ള തടസ്സം എന്നായിരുന്നു? കുഷ്ഠരോഗമായിരുന്നു. കുഷ്ഠരോഗത്തിൻ്റെ പുറയിലെ പാപകുഷ്ഠം ഉണ്ടായിരുന്നു. പാപകുഷ്ഠവും അശുദ്ധിയും അത്യാഗ്രഹവും കൊണ്ട് താൻ കിളവനെ പോലെ ആയിരുന്നു. ഒരു വൃദ്ധനെ പോലെ ആയിരുന്നു തൻ്റെ ഹൃദയം. ശരീരം കുഷ്ഠരോഗം പിടിച്ച് മരച്ചിരുന്നു. കുഷ്ഠരോഗം പിടിച്ചാലുള്ള കുഴപ്പം എന്നാ? സ്പർശന ശക്തി നഷ്ടപ്പെടും. മരച്ച് കല്ല് പോലും ഇരിക്കും. ഒന്നും അറിയാനൊക്കെയില്ല. ചൂടുവെള്ളം വീണാലും അറിയില്ല. അപ്പം അങ്ങനെ കുഷ്ഠരോഗിയായിരുന്ന നയമാന് എലീശായെക്കുറിച്ച് കേട്ടു. ഒരു വേലക്കാരത്തി കൂടിയാണ് കേട്ടത്. ഇസ്രായേൽക്കാരത്തി, ഒരു എളിമപ്പെട്ട ആ വീട്ടിലെ ജോലിക്ക് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യജമാൻ ഈ എലീശായുടെ അടുത്തൊന്ന് ചെല്ലുകയാണെങ്കിൽ ആ എലീശ ദീർഘദർശി എൻ്റെ യജമാൻ്റെ കുഷ്ഠം മാറ്റിത്തരും. അതയാൾക്ക് വിശ്വാസമായി. രാജാവിനോട് പറഞ്ഞു. രാജാവിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ എലീശായുടെ അടുത്ത് വന്നു. ആ എലീശായുടെ അടുത്ത് വന്നപ്പോൾ എലീശ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം കുളിച്ച് അസുഖം മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഏതാണ്ട് വലിയ കാര്യം പറയാമെന്ന് വിചാരിച്ചാൽ വന്നത്. ഈ വെള്ളത്തിൽ മുങ്ങാനാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഇതൊക്കെ, പിന്നെ ഇവിടം വരെ വരണോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെ അയാളുടെ നികൃഷ്ട ബുദ്ധി, കുബുദ്ധി, ധിക്കാരം, അഹങ്കാരം ഇവയൊക്കെ ആ എലീശ പറഞ്ഞത് തള്ളിക്കളയാനാണ് ആദ്യം പ്രേരിപ്പിച്ചതെങ്കിലും കൂടെ വന്ന ആൾ ചോദിച്ചു: യജമാനെ, ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞാലും ചെയ്യില്ലായിരുന്നു. ഒരു കൊച്ചു കാര്യമല്ലേ പറഞ്ഞുള്ളൂ, അതനുസരിച്ച് നോക്കാൻ പറഞ്ഞു. എന്നാൽ നോക്കിക്കളയാന്ന് പറഞ്ഞ് നോക്കി. 1-ാമത്തെ മുങ്ങിന് വല്ലതും കിട്ടിയോ? ഇല്ല. 2-ാമത്തേതിന് ഒന്നുമില്ല. 6 എണ്ണത്തെ മുങ്ങിയിട്ട് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ 7-ാമത്തെ മുങ്ങ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 7 പ്രാവശ്യത്തെ മുങ്ങലിനൊരു ശക്തിയുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ എത്രാം വാക്യത്തിലാണ്? 14-ാം വാക്യത്തിൽ: അപ്പോൾ അവൻ ചെന്ന ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ശരീരം ഒരു ബാലൻ്റെ, ഒരു ശിശുവിൻ്റെ ശരീരം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു. അപ്പം നമുക്ക് തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുമ്പോൾ ബാലൻ്റെയോ ശിശുവിൻ്റെയോ ശരീരം പോലെ നല്ല ആരോഗ്യമുള്ള സുന്ദരമായ മൃദുലമായ നല്ല ശരീരം കിട്ടും, നല്ല ഹൃദയവും കിട്ടും. അതിന് നമ്മുടെ ഈ നോമ്പ് ഉതകട്ടെ എന്ന് ആശംസിക്കുക. അപ്പോൾ ഈ 25 നോമ്പിൻ്റെ 2-ാം ദിനത്തിൽ നമുക്ക് നയമാനെ പോലെ, തിരിഞ്ഞ് ശിശുവിനെ പോലെയായി, ആവി പോലെയായി, മേഘം പോലെയായി, അല്ലെങ്കിൽ മഞ്ഞ് പോലെയായി ദൈവസന്നിധിയിൽ ചെല്ലാമെങ്കിൽ കർത്താവ് മഞ്ഞ് പോലെ ഇങ്ങോട്ട് വരും. മഞ്ഞും കൂടെ ചേർന്ന് ഒന്നാവും. നമുക്കങ്ങനെ ആ ജീവജല നദിയിൽ നീന്തി തുടിക്കാൻ സാധിക്കും. അങ്ങനെ യുവാവും യുവതിയും ഒന്നായി തീർന്നതിന് ശേഷം ജീവജല നദിയിൽ അവർക്ക് ഒന്നിച്ച് കുളിക്കാൻ സാധിക്കും. ജീവജല നദിയിൽ കുളിക്കണം. അങ്ങനെ ഓരോ തിരുവചനവും നമുക്ക് ഈ ജീവജല നദി ഉണ്ടാക്കി കുളിക്കാനാണ്. അത് 7 പ്രാവശ്യമായി കഴിയുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം പൂർത്തിയായിട്ട് പിന്നെ പാപം ചെയ്യാനൊക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വളരുമെന്നാണ് 1 യോഹന്നാൻ 5:18 പറയുന്നത്. നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം, ഈ കുളിയുടെ അനുഭവം പൂർണ്ണമാകാമെങ്കിൽ പാപം ചെയ്യാനൊക്കാത്ത അവസ്ഥയിലേക്ക് ഒന്ന് വളരാൻ സാധിക്കും. ജീവജല നദിയിൽ നനഞ്ഞിരുന്നാൽ ഒരു ജന്മയെ നമ്മളെ തൊടുകയില്ലെന്നുണ്ട്. ആ വാക്യം കൂടെ നോക്കാവൂ. 1 യോഹന്നാൻ 5:18 എന്നാ പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ പാപം ചെയ്യാൻ സാധ്യമല്ല, ആ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തുവാൻ നമ്മുടെ ക്രിസ്മസ്, കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ, കർത്താവിൻ്റെ ഈ വരുന്ന ദിവസങ്ങളിലെ നോയമ്പ് ഇതെല്ലാം ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ അനുഭവത്തിനായി ഇന്ന് കേട്ടതായ വചനത്തിലൊന്ന് കുളിക്കാൻ പോവുക. ഇന്ന് കേട്ട വചനത്തിൽ മുങ്ങിക്കുളിച്ച് ആ ശുദ്ധിയോടെ തിരിഞ്ഞ് ശിശുവിനെ പോലെയായി മുകളിലേക്ക് അങ്ങ് വരിക. ബോധവിചാര ഹൃദയങ്ങളിൽ മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് യുവാവാകും. ആവിയായിക്കോളും. ആവിയെല്ലാം മഞ്ഞായിക്കോളും. ഇപ്പം ആവിയായിട്ട് മുകളിലേക്ക് വിടുക. കർത്താവിന് സന്നിധി ചെല്ലുമ്പോഴത്തേക്ക് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദൈവത്തോട് പറഞ്ഞ യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. യുവാക്കളായ യുവത്വം പ്രാപിച്ച നമ്മുടെ ദേഹിയുടെ പ്രാണക്കുട്ടികൾ യുവാവായ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നന്നായി സന്തോഷിക്കാൻ സാധിക്കും. അവർക്ക് വേണ്ടി അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ധിക്കാരങ്ങളോടും അഹങ്കാരങ്ങളോടും തന്നിഷ്ടങ്ങളോടും യാത്ര പറഞ്ഞ് പാപവചന പ്രാർത്ഥന നടത്തി ആ അനുഗ്രഹത്തിനായി കുർബാനയിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, പഞ്ചാംഗിലെ ശുദ്ധരെ
രക്തത്താൽ ഞാൻ ജയം പാടിയിടും. തോന്നുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുക. കർത്താവിൻ്റെ വഴിയൊരുക്കാൻ വന്ന പ്രവാചകനായ യോഹന്നാൻ്റെ ജനന ദിവസത്തെ ഓർക്കുന്ന ഞായറാഴ്ചയാണ് വരാൻ പോകുന്നത്. ആ ഞായറാഴ്ച രാവിലെ വായിക്കേണ്ട വേദഭാഗം ഇന്നേ വായിച്ചു. നമ്മളതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങളിൽ കൂടെ കിട്ടിയ സന്ദേശത്തിൻ്റെ അനുഭവം നമുക്ക് എത്ര ശതമാനമായി? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ നമ്മളൊന്ന് വായിച്ചു. കർത്താവ് തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അടുക്കൽ കൊണ്ടുവന്ന ആ ശിശുക്കളെ കർത്താവ് മാറോടണച്ച് അവിടെ നിന്ന് കൈവച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ആ കർത്താവ് ഇന്ന് ഈ ത്രോണോസിൽ എഴുന്നള്ളി വന്നിരുന്ന ഇപ്പോൾ ആ ത്രോണോസിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മുടെ പ്രാണക്കുട്ടികളെ കൊടുക്കാമെങ്കിൽ ആ പ്രാണക്കുട്ടികളുടെ കർത്താവ് മാറോടണച്ച് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ആവി പോലെ ചെന്നാൽ യുവാവിനെ പോലെ യുവതിയെ പോലെ കർത്താവിൻ്റെ മാറിൽ നമ്മുടെ പ്രാണക്കുട്ടികൾ കണയാൻ സാധിക്കും. ശിശുവിനെ പോലെ ചെന്ന് യുവാവും യുവതിയുമാകാൻ സാധിക്കും. യുവാവായ കർത്താവിനോട് ചേരുവാൻ പറ്റി യുവതിയായി മാറാൻ സാധിക്കും നമ്മുടെ പ്രാണക്കുട്ടികൾ. ഈ സന്തോഷവും ആ സമ്മേളനമാണ് ആദ്യം നടക്കേണ്ടത്. അതുകൊണ്ട് ഒരു വിവാഹത്തിൻ്റെ അനുഭവം ദേഹിയുടെ മണ്ഡലത്തിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതുണ്ടായിക്കഴിഞ്ഞ് വിവാഹം നടന്നാലേ ഒരു വർഷം ഭർത്താവിന് ഭാര്യയെ സന്തോഷിപ്പിക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിന് സന്തോഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. കല്യാണം താമസിച്ചു പോകുന്നതിൻ്റെ അർത്ഥം പ്രാണക്കുട്ടികൾ ഇതുവരെയും ശിശുവിനെ പോലെ യേശുവിൻ്റെ മടിയിലെത്തിയിട്ടില്ല. യേശുവിൻ്റെ മടിയിലേക്ക് പ്രാണക്കുട്ടികൾ ശിശുക്കളെ പോലെ എന്ന് യുവാക്കളായ മഞ്ഞ നിനക്ക് വരണം എന്ന് പറയണം. അപ്പം നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൻ്റെ ആത്മാവ് ഒരു യുവാവും ദേഹി യുവതിയുമായി മാറും. നമ്മുടെ വ്യക്തിത്വത്തിൽ 3 വശമുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ് പുരുഷനാണ്. എന്നാൽ ദേഹി എന്നും സ്ത്രീപുരുഷ ഭേദമന്യേ സകലരുടെയും ദേഹി ഒരു കന്യകയുമാണ്. ആ കന്യക ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാക്കൾ യുവാവായി പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ദേഹി യുവതിയായി പുത്രൻ്റെ അടുത്തേലും. അപ്പം നമ്മുടെ ദേഹിയിലും ആത്മാവിലുമാണ് ഈ സമ്മേളനം നടക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശരീരത്തിലേക്ക് ഈ അനുഭവങ്ങൾ വരികയുള്ളൂ. നമുക്കിത് ശരീരത്തിൽ ഈ അനുഭവം വരാൻ കാത്തിരിക്കുക. വിവാഹം താമസിക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ കിട്ടാൻ താമസിക്കുന്നെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ദേഹിയുടെ മണ്ഡലം കന്യയായിരുന്നുകൊണ്ട് തന്നെ വചനത്തെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർന്ന് പ്രായപൂർത്തിയായതിനു ശേഷം അനേക ദേശങ്ങളെയും പട്ടണങ്ങളെയും നമ്മൾ സമൂഹമായി ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കഴിയുമെന്നാണ് യെശയ്യാ 66 പറയുന്നത്. ആദ്യം ഒരു പ്രാണക്കുട്ടി പ്രായപൂർത്തിയായി മറ്റൊരു പ്രാണക്കുട്ടിയെ പ്രസവിച്ചാൽ വളർന്നു വന്നാൽ പിന്നെ നമുക്ക് അനേക ദേശങ്ങളെയും വംശങ്ങളെയും ഒന്നിച്ച് പ്രസവിക്കാൻ സാധിക്കുമെന്നാണ്. അത്രയ്ക്ക് സാധ്യതയുള്ളതാണ് നമ്മുടെ ദേഹിയുടെ മണ്ഡലം. നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രസവം തുടങ്ങിയിട്ടുണ്ടോ? എന്താ, ഒന്നും ആയിട്ടില്ലേ? കൊച്ചിതുവരെയും വളർന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വചനം മാംസം ധരിക്കുന്ന ആ പ്രക്രിയ നമുക്ക് സാധിക്കാനിടയാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വർഷവും ഈ 25 നോമ്പിലൂടെ ഈ ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്നറിയാൻ പിതാക്കന്മാർ കാത്തിരിക്കുക. ഈ വർഷത്തെ നമ്മളുടെ പതിനെട്ട് പെരുന്നാൾ കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ യേശു രഹസ്യമായി വളർന്നിട്ടുണ്ടെങ്കിൽ ആ യേശുവിനെ രഹസ്യമായി നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്മസിന് വരുമ്പോൾ നമ്മുടെ യേശു കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കണ്ട് സന്തോഷിക്കാനിടയായാൽ മാതാവിന് ബേത്ലഹേമിലുണ്ടായ അതേ ആനന്ദം നമുക്കും ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന ആ അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ നമ്മളിന്ന് വായിച്ചു കേട്ടത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവിടെ നടുവിൽ നിർത്തി പറഞ്ഞു, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി തീരുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നു. പ്രവേശിക്കുന്നില്ലെങ്കിൽ പ്രവേശിക്കുകയില്ല എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ പോലെ കരയുന്നുണ്ടോ? ഒരു കൊച്ചിനെ കൊണ്ടുവന്ന അമ്മച്ചി അതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കുരിശിൻ്റെ ചുവട്ടിലോട്ട് കയറിക്കൊണ്ട് പോവുക. അപ്പോൾ കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ തീർക്കാൻ വേണ്ടി ആ കൊച്ചിനെ കുരിശിൻ്റെ ചുവട്ടിലോട്ട് കൊണ്ടുപോയപ്പോൾ കരച്ചിൽ നിന്നു. അപ്പം അങ്ങനെ നമ്മളുടെ
പ്രാണക്കുട്ടികൾ കരയണം. എന്തിനു വേണ്ടിയാ? സ്നേഹത്തിനും പരിചരണത്തിനും സംരക്ഷണയ്ക്ക് വേണ്ടി. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ദേഹിയുടെ മണ്ഡലം പ്രാണപ്രിയന് വേണ്ടി കരയണം. പ്രാണപ്രിയന് വേണ്ടി കരഞ്ഞുകൊണ്ട് വിലപിക്കാമെങ്കിൽ കരഞ്ഞുകൊണ്ട് നമുക്ക് വചനം വിതയ്ക്കാൻ സാധിക്കും. ആർപ്പോടെ കൊയ്യണമെങ്കിൽ കണ്ണുനീരോടെ വിതയ്ക്കണം. അപ്പോൾ ആ കൊച്ചിൻ്റെ പ്രസംഗം അതാ. ഇന്ന് വന്ന കൊച്ചിൻ്റെ പ്രസംഗം എന്നാ? നിങ്ങൾ ഇതുപോലെ കരഞ്ഞു, കരയാമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആർപ്പോടെ കൊയ്യാനുള്ള വിതയൊക്കെ നടക്കുമെന്നാണ് കൊച്ചിൻ്റെ പ്രസംഗം കഴിഞ്ഞില്ലേ ഇപ്പോൾ പ്രസംഗം. അപ്പം നമുക്കിങ്ങനെ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾ കൂടി ദൈവം സംസാരിക്കും നമ്മളോ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഓർക്കുന്ന ശിശുദിനത്തിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ വന്നു. ആ കൊച്ചു കരഞ്ഞപ്പോൾ അതും നമ്മൾ വചനമായിട്ട് സ്വീകരിച്ചില്ലേ? അങ്ങനെ കർത്താവിൻ്റെ പ്രസംഗം അങ്ങനെയായിരുന്നു. കണ്ടതും കേട്ടതും എല്ലാം ദൈവരാജ്യത്തേക്ക് പ്രസംഗിക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ യേശു കുഞ്ഞിനെ വളർത്തി പ്രായപൂർത്തിയാക്കി പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ പ്രായപൂർത്തിയാകുന്ന ആൾ തന്നെ നമ്മുടെ ഭർത്താവായിട്ട് മാറുക. നോക്കണം എന്തൊരു അത്ഭുതമായത്. പരിശുദ്ധ കന്യമറിയാം യേശു കുഞ്ഞിനെ വളർത്തി പ്രായപൂർത്തിയാക്കി യോർദാൻ നദിയിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ മാതാവാരാ? പ്രിയപുത്രി. പ്രിയപുത്രനെ വളർത്തിക്കൊടുത്ത അവളുടെ പേരെന്നാ പ്രിയപുത്രി. അപ്പോൾ നമ്മളെ പ്രിയപുത്രി നമ്മുടെ പ്രാണക്കുട്ടിക്ക് പേര് വേണമെങ്കിൽ എന്നാ ചെയ്യണം? യേശുവിന് 30 വയസ്സാക്കി കൊടുക്കണം. നമ്മൾ ആ ശബ്ദം ഇതുവരെ കേൾക്കാത്തതിൻ്റെ കാര്യം എന്നാ? നമ്മുടെ യേശു കുഞ്ഞ് ഇതുവരെ വളർന്നിട്ടില്ല. നമ്മുടെ യേശു കുഞ്ഞിനെ യോർദാനിൽ കൊണ്ടുചെല്ലണം. യോർദാനിൽ കൊണ്ടുചെന്ന് കർത്താവ് ഈ മനുഷ്യജാതിക്ക് മുഴുവന് വേണ്ടി ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പ്രാണക്കുട്ടികളെല്ലാം സ്വർഗത്തിൽ കൊണ്ടുവന്നോളാം എന്ന് വാക്ക് പണ്ട് പറഞ്ഞതൊന്നുകൂടെ പുതുക്കിയപ്പോഴാണ് നീ എൻ്റെ പ്രിയ പുത്രനാണ്. അപ്പം നമ്മളെ പ്രിയപുത്രി എന്ന് വിളിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? നമ്മുടെ പ്രാണനെ കർത്താവിന് കൊടുത്തിട്ട് നീ അനേകരുടെ പ്രാണനെ ഞാൻ നേടിത്തരാം എന്ന് പറയണം. ഇന്ത്യയിൽ 75% പേരുടെ പ്രാണനെ നേടിക്കൊടുക്കാൻ ആൾ വേണം. പിന്നെ 2-3% ആയുള്ളൂ. അപ്പം അവരുടെ ഇടയിൽ ഒത്തിരി ദണ്ഡന പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്താ? നമ്മൾ ആരെങ്കിലും ആമസാമുക്കിയെന്ന് കേട്ടാൽ വെച്ചേക്കും. അന്നത്തെ ഗവൺമെൻറ് പീഡിപ്പിക്കും, ജയിലിലൊക്കെ ഇട്ടെന്നിരിക്കും. മതപീഡനം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ക്രിസ്ത്യാനിയാക്കിയെന്ന് കേട്ടാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് കേസ് വരാനൊക്കെ സാധ്യതയുണ്ട്. ജയിലിൽ പോകാൻ തയ്യാറാണോ? സെക്യുലർ സ്റ്റേറ്റാ. പക്ഷേ അതൊക്കെ പോയില്ലേ, ഇപ്പോഴത്തെ ഭരണം മാറി വന്നില്ലേ. അപ്പോൾ ഹിന്ദു മഹാരാജ്യം എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്ന രാഷ്ട്രമായിപ്പോൾ അതൊക്കെ ചെയ്യുന്നയാളാണ്. അപ്പോൾ കർത്താവ് അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടാണ്ട് ഇടി കിട്ടിയിട്ടേ അതൊക്കെ അവർ മാനസാന്തരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് യേശുവിന് വേണ്ടി ജയിലിൽ പോകണം, ഇടി കൊള്ളണം, അടി കൊള്ളണം, രക്തസാക്ഷിയാകണം. ഒത്തിരി രക്തസാക്ഷി ഉണ്ടായിക്കഴിഞ്ഞ് ഗവൺമെൻറ് മാറുകയുള്ളൂ. അതുപോലെ അത് മാറിയാൽ പോരെ. അപ്പം അങ്ങനെ എല്ലാവരും വരണമെങ്കിൽ ശരിക്കും 1-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നാണ് സഭ വളർന്നെന്നാണ് പറയും. അതുകൊണ്ട് ഇന്ത്യയിലെ 75% പേര് മാനസാന്തരപ്പെടണമെങ്കിൽ മരിക്കാൻ ഒത്തിരി പേരുണ്ടാകണം യേശുവിന് വേണ്ടി. തയ്യാറാണോ? അത് ബുക്ക് ചെയ്യുന്ന സ്ഥലം കൂടി ആയത് കേട്ടോ. അതുകൊണ്ട് കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി രക്തസാക്ഷി ആയിക്കോളൂ. എൻ്റെ രക്തം പ്രസംഗിക്കണം, എൻ്റെ തല പ്രസംഗിക്കണം, എൻ്റെ രക്തം പ്രസംഗിക്കണം. കഴുത്തറുത്താൽ കഴുത്തും പ്രസംഗിക്കും. പൗലൂസിയ പറഞ്ഞു എൻ്റെ കഴുത്തറുത്തു. ഇപ്പോൾ കഴുത്തറുത്ത് കഴിഞ്ഞാൽ പിന്നെ വായടയും, വായ്ക്ക് ഉണ്ടാനൊക്കെയില്ല, പക്ഷേ എൻ്റെ തല പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. എങ്ങനെയാ? ഒരൊറ്റ വീട്ടിന് തല തെറിച്ചു, പോയടത്തെല്ലാം പോയി ഫുട്ബോൾ പോലെ ചാടി ചാടി ഈ തല നടന്നു എന്നാണ് പറയും. പൗലൂസിൻ്റെ ജീവചരിത്രം എഴുതിയ ഇംഗ്ലീഷിലൊരു പുസ്തകം മൈസൂർ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന കാലത്ത് കിട്ടിയൊരു ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ്. തീസീസ് എഴുതാനും ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ എഴുതാനും അസൈൻമെൻ്റ് എഴുതാനൊക്കെ വാങ്ങിച്ച പുസ്തകമാണ്. അതിനകത്ത് പൗലൂസിൻ്റെ ജീവചരിത്രം മുഴുവനുണ്ട്. ആ പൗലൂസിൻ്റെ കഴുത്ത് അറക്കപ്പെട്ടിട്ടത് ഫുട്ബോൾ പോലെ ചാടി നടക്കുന്ന പടം അതിനകത്തുണ്ട്. ചാടി നടക്കുന്നിടത്ത് ഓരോരുത്തർക്ക് പോയി ബുദ്ധിമുട്ടില്ല. ജീവജലത്തിൻ്റെ ഉറവ ഉണർന്നു വന്നാ ഇന്നും ആ ഉറവ അവിടെ ഉണ്ടെന്നാണ് പറയും. ആ വെള്ളം കുടിക്കുന്നവർക്ക് രോഗശാന്തി, ആശ്വാസം, സന്തോഷം. അപ്പം അമ്മ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും ഒരുപോലെ യേശുവിനെ. അത് കഴിഞ്ഞ പിന്നെ അസ്ഥി സാക്ഷിക്കും. എലീശായുടെ അസ്ഥിയെ തൊട്ടപ്പോൾ മരിച്ചവൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ യേശുവിലായാൽ നമ്മുടെ ജീവനും നമ്മുടെ ശ്വാസവും നമ്മുടെ ശബ്ദവും നമ്മുടെ സ്പർശനം നമ്മുടെ വസ്ത്രം നമ്മുടെ നിഴല് ഇതൊക്കെ സുവിശേഷം പറയും. ഇതിലൊക്കെ സുഖം പ്രാപിച്ച അനേകർ. നമ്മുടെ വസ്ത്രത്തെ തൊട്ടിട്ട് വല്ലവർക്ക് വല്ല സുഖമുണ്ടോ? നമ്മുടെ നിഴലടിച്ചിട്ട് വല്ലവർക്ക് വല്ല ഗുണമുണ്ടായോ? അപ്പം നമ്മുടെ യേശു വളർന്നത് മതിയോ? പോരാ.
പൗലോസിന്റെ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ യേശു 100% വളർന്നു. പെന്തിക്കോസ്തിയുടെ അനുഭവം ഉണ്ടായി. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ എളുപ്പം കാര്യം നടന്നു. ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, നിഴലടിച്ചാൽ മതി, അവരെല്ലാം രക്ഷപ്പെടുകയാണ്, അവരെല്ലാം സാക്ഷികളാകുക. നമ്മൾ ഒത്തിരി ഇനിയും വളരാനുണ്ടെന്ന് അതിൻ്റെയൊക്കെ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവനും ജീവിതവും രക്തവും മരണവും അസ്ഥികളും കർത്താവിനെ സാക്ഷിച്ചിട്ട് ഈ അസ്ഥി എല്ലാം കൂടെ ഉയർത്തെഴുന്നേറ്റ് പിന്നെ കർത്താവിൻ്റെ കല്യാണത്തിന് പോകണം. ഇത്രയും പണിയാണ് കിടക്കുന്നത്. ഇതൊക്കെ ശരിക്ക് ചെയ്യാമെങ്കിൽ ഈ 75% പേര് വരും. പക്ഷേ വന്നാൽ അവരെ മുക്കാനാവുണ്ടോ? പെന്തിക്കോസ്തിയുടെ അന്ന് 3000-നെ മുക്കാൻ എത്ര സമയം എടുത്ത് കാണുമെന്നറിയാമോ? 3000 എണ്ണം മുങ്ങാനായിട്ട് വന്ന് നിൽക്കുക. എത്ര സമയം എടുത്ത് കാണും? ഒരു കൊച്ചിനെ മുക്കാൻ എത്ര സമയമുണ്ട് കണ്ടിട്ടില്ലേ? ഒരു കൊച്ചിനെ മുക്കാൻ പള്ളിയിൽ പോയി എത്ര ബന്ധപ്പാടോ. അതിൻ്റെ കൂടെ 3000 എണ്ണത്തിനെ മുക്കിയത്. 3000-നെ മുക്കിയെടുത്തു. ഇവർ 120 പേരേ ഉള്ളൂ, ഇല്ലേ? 120 പേര് എല്ലാവരും കൂടെ കൂടി മുക്കി പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കർത്താവിൻ്റെ ആ വലിയ സ്വതന്ത്ര ഗീതമൊക്കെ പാടി അവരെ കാണും. അതിനുശേഷമുള്ള പീഡനങ്ങളുടെ മധ്യത്തിൽ അടി കൊള്ളേണ്ടി വന്നു, ജയിലിൽ പോകേണ്ടി വന്നു, അതും അവർ സഹിച്ചു. ഇതിങ്ങനെ ലഭിക്കുന്ന സകലവും സുവിശേഷത്തിനാക്കി 1-ാം നൂറ്റാണ്ടിലെ സഭ വളർന്നതുപോലെ ഈ അവസാനത്തെ നൂറ്റാണ്ടിൽ യേശുവിൻ്റെ കല്യാണത്തിന് മുമ്പ് അനേകരെ ഒരുക്കേണ്ട നമ്മളും അതിന് തയ്യാറാണോ? ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഇത് രസമായി അടികൊള്ളുന്നു കേട്ടോ. നല്ല കാറ്റുള്ള ഫുട്ബോളുണ്ട്, ഒരു തൊഴി കൊടുത്താലും വല്ല കുഴപ്പമുണ്ടോ? ഫുട്ബോളും വോളിബോളും ഒക്കെ ഇടി കൊണ്ടാണ് സന്തോഷിക്കുന്നത്. കാണുന്നവർക്ക് സന്തോഷം, ഇടി കൊള്ളുന്നവർക്ക് സന്തോഷം, ഇടിക്കുന്നവർക്ക് സന്തോഷം, കളിക്കാത്ത രസം. അതിൻ്റെ രഹസ്യം എന്നാ? ഈ ബോളിനകത്ത് കാറ്റ് കയറ്റിയിരിക്കുക. അത് രസമായി ഇടി കൊള്ളുന്നത്. അപ്പോൾ നമ്മളെ ആരെങ്കിലും ഇടിച്ചിട്ട് രസം തോന്നില്ല, എൻ്റെ കാറ്റില്ലെന്ന് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിറച്ചാൽ ആരും വേണമെങ്കിലും തൊഴിച്ചോട്ടെ, ആരും വേണമെങ്കിലും ഇടിച്ചോട്ടെ, കാണുന്നവർക്കും തൊഴിക്കുന്നവർക്കും ഒക്കെ രസമാണ്. നിങ്ങൾ രസിച്ചോളാൻ പറയണം. ഫുട്ബോൾ കളത്തിലെ ഫുട്ബോൾ ആകാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ? സുവിശേഷ വയലിലെ ഫുട്ബോൾ ആകാൻ കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇടിക്കാനും തൊഴിക്കാനും ഒക്കെ കാണും. പക്ഷെ അവരൊക്കെ അവസാനം മാനസാന്തരപ്പെടും. കണ്ടു നിൽക്കുന്നവർക്ക് അതിനേക്കാൾ സന്തോഷം. സാക്ഷിയുടെ വലിയ സമൂഹം ഈ കളി കാണാൻ നോക്കി നിൽക്കുക. അവർക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ ശരിക്കും സന്തോഷിച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ട് ഇടി കൊള്ളണം. സ്വോത്രം പറഞ്ഞുകൊണ്ടാണ് ഇടി കൊള്ളുന്നത്, അത് ചീത്ത വിളിച്ചുകൊണ്ടാണോ? അപ്പോൾ ആരിടിച്ചാലും ആര് തൊഴിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എൻ്റെ കർത്താവ് അകത്തോണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റകത്തോണ്ട്, ഇടിച്ചോ തൊഴിച്ചോ എനിക്കതൊരു സന്തോഷമാണ്, എൻ്റെ കർത്താവിന് കിട്ടിയതിൻ്റെ ബാക്കിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആനന്ദിക്കാമെങ്കിൽ ഇത് കണ്ട് അനേകർ മാനസാന്തരപ്പെടും. സ്തേഫാനോസിനിട്ട് ആ കല്ലേറി ചെന്നങ്ങോട്ട് കൊള്ളുമ്പം സ്തേഫാനോസിന് സന്തോഷമാണ്. തന്നെ അകത്ത് കാറ്റുണ്ടായിരുന്നു. കാറ്റടിച്ച് നിറഞ്ഞിരിക്കുന്ന സ്തേഫാനോസിനിട്ട് ഈ കെയറെല്ലാം അങ്ങോട്ട് കിട്ടും. അവന് സന്തോഷമാണ്. ഉയരത്തിലേക്ക് നോക്കി സ്വർഗം കണ്ടു. അത് കണ്ടിട്ടാണ് ശൗൽ പൗലോസാകുന്നത്. ഇതുപോലെ നമ്മുടെ സഹനം കണ്ടിട്ട് വേണം അനേകർ മനസ്സിലാക്കാൻ. ഇത് സഹിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ആരും വരാത്തത്. അപ്പോൾ അതിന് നമുക്ക് തീരുമാനമെടുക്കാം. ഈ ക്രിസ്മസ് എങ്കിലും നമ്മുടെ യേശു കുഞ്ഞിനെ കാണാൻ ഒത്തിരി പേര് വിദ്വാന്മാർ വരണം. വിദ്വാന്മാരും ആട്ടിടയിലും ഒക്കെ വരണം. ഹേരോദ വരുന്നതിന് മുമ്പ് ഓടുകയും വേണം. ഹേരോദാവും വരും, കുറേ ഹേരോദ വരുന്നതിന് മുമ്പേ ഓടിക്കോണം. ഇതിനെല്ലാം റെഡിയായിട്ട് വേണം നോയമ്പെടുക്കാൻ. എന്താ? അങ്ങനെയാണെങ്കിൽ ഒരു വചനം കൂടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വചനം, നമ്മൾ ശരിക്കും ഒരുങ്ങി പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കമ്പി അടിക്കും കർത്താവ്. വചനം സ്വർഗത്തിലെ കമ്പി ആപ്പീസുണ്ട്. കമ്പി ആപ്പീസിൽ നിന്ന് നമുക്ക് ദൈവം നമ്പുരാൻ കമ്പി അടിക്കും. ഇന്ന വചനം ഇന്ന് നിനക്ക് നിവൃത്തിയായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ വായിച്ചു കേട്ട എബ്രായ ലേഖനം 12-ാം അധ്യായം എനിക്ക് കഴിഞ്ഞ രാത്രി കഥ കമ്പി അടിച്ചതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ നിനക്ക് തരികയാണ്, അത് നിൻ്റെ ജീവിതത്തിൽ അനുഭവമാകാൻ പോകുമെന്ന് പറഞ്ഞു. അത് അനുഭവിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കമ്പി അടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കിട്ടിയ കമ്പിയാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അത് 2 യോഹന്നാൻ, ഒരധ്യായമേ ഉള്ളൂ, കുറച്ച് വാക്യമേ ഉള്ളൂ. അതിനകത്ത് 8-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ ഇണവാക്യങ്ങളായിട്ട് തന്നുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് കമ്പി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മളിന്ന് അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നോയമ്പിൻ്റെ 2-ാമത്തെ ദിവസത്തിൽ സങ്കേതഭവനത്തിൽ വരുന്നവർക്ക് ദൈവം കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹം 2 യോഹന്നാൻ 8-ാം വാക്യം ഇന്നിവിടെ മാംസം ധരിക്കാൻ പോവുകയാണ്. മാംസം ധരിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം, അത് 5 മുതൽ അങ്ങോട്ട് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. 13 വാക്യമേ ഉള്ളൂ. ആ 13 വാക്യത്തിലെ പ്രധാന വിഷയം പരസ്പര സ്നേഹത്തെക്കുറിച്ചാണ്. പരസ്പര സ്നേഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കിട്ടിയ കമ്പി വാചകത്തിലെ സന്ദേശം തന്നെയാണ് പത്രോസ് സഹോദരൻ പ്രസംഗിച്ചതല്ലേ? സ്നേഹത്തെക്കുറിച്ചല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാനൊന്നും, പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു. അപ്പോൾ ഒരേ ആത്മാവാണ് ഇവിടെ വരുന്നവരെ പ്രസംഗിപ്പിക്കുന്നത്, ആരാധിപ്പിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൽ 5 മുതൽ താഴോട്ട് വാങ്ങി, അല്ലയോ മഹതി, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു,
ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം നമ്മൾക്കുണ്ടായിരുന്ന ഒരു കൽപ്പനയായിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. നാം അന്യോന്യം സ്നേഹിക്കണം. ഇത് എത്ര ആവർത്തിച്ച് പ്രസംഗിച്ചാലും അത് അധികമാകില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം യോഹന്നാൻ ഇത് ഈ പ്രസംഗത്തിനൊരു നാളത്തിലായെന്നറിയാമോ? ഇതെന്നാ ഇത് പ്രസംഗിക്കുന്നത്? AD ഒരു 100 ഏതായത് ബെന്തിക്കോസ് AD 30 60-70 കൊല്ലം കഴിഞ്ഞാൽ ഇത് പ്രസംഗിക്കുന്നത്, എഴുതുന്നത്. അപ്പോൾ AD 90-100 ഇതൊക്കെ എഴുതുന്നത്. എപ്പോഴാണ് എഴുതിയിരിക്കുന്ന കാലം AD 90 എഴുതിയിരിക്കുന്നില്ലേ? അപ്പോൾ AD 90 ആയപ്പോൾ എത്ര വർഷമായി? 30 കഴിഞ്ഞ് 60 കൊല്ലമായില്ലേ? അപ്പോൾ 60 കൊല്ലം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തത് ആവർത്തിച്ച് അങ്ങ് ചെയ്യുക. ഞാൻ പണ്ട് പറഞ്ഞ കാര്യം പിന്നെ പറയുന്നു. അപ്പോൾ ദൈവാത്മാവ് തരുന്ന സന്ദേശങ്ങളിൽ ഒരിക്കലും നിങ്ങൾ തുച്ഛീകരിക്കരുത്. ഈ ഉപദേശിക്ക് ഇതേ പറയാനുള്ളൂ, എത്ര നാളെ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയാമോ? എത്ര പറഞ്ഞാലും അത് തീരത്തില്ല. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്ന സന്ദേശം, ഇന്ന വാക്യം ഇന്ന അധ്യായത്തിലെ ഇന്ന സന്ദേശം നീ കൊടുക്കാന്ന് പറഞ്ഞാൽ, അയ്യോ അതൊക്കെ അവർക്ക് ഒത്തിരി അറിയാവുന്നല്ലോ, ഒത്തിരി ഞാൻ പ്രസംഗിച്ചല്ലേ എന്ന് ചോദിക്കരുത്. പിന്നെയും പറഞ്ഞോണം. അപ്പോൾ അത് പുതുതായിട്ട് ഒരാൾക്കെങ്കിലും കേൾക്കാൻ കാണും. അത് കേൾക്കാത്ത ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ അവരെക്കുറിച്ചുള്ള കരുതൽ നമുക്ക് വേണം. അതായത് 99 നീതിമാന്മാരെ വിട്ടേച്ചാണ് കർത്താവ് ഒരു കാണാതെ പോയ ആട്ടിനെ തേടി. ആ മനോഭാവം നമുക്ക് വേണം. അപ്പോൾ ഇവിടെ പുതുതായി പലരും വരുന്നുണ്ട്, ആദ്യമായി വരുന്ന പലരുണ്ട്. ആദ്യമായി വചനം കേൾക്കാൻ ഹൃദയം തുറക്കുന്നവരുണ്ട്. ദ്വിതീയയുടെ ഹൃദയം തുറന്നപോലെ ഹൃദയം കേൾക്കാതെ കേട്ടേച്ച് പോയവരുണ്ട്. പിന്നെ ഹൃദയം തുറന്നു കേൾക്കുന്നവരുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പറയാനുള്ളത്? അത് ദൈവാത്മാവ് പറയുന്നങ്ങ് പറഞ്ഞേക്കണം. അപ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ടിരിക്കും, അതവർക്ക് പ്രയോജനം കിട്ടും, അതിൽ നമ്മൾ സന്തോഷിക്കണം. ഏതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യോഹന്നാന്റെ 2-ാം ലേഖനം 5-ാം വാക്യത്തിൽ 60 കൊല്ലം ആവർത്തിച്ച് പ്രസംഗിച്ച വിഷയമാണ് സ്നേഹത്തിന്റെ കാര്യം. നാം അവന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. 6-ാം വാക്യം, നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടക്കുവാനുള്ള കൽപ്പന ഇതത്രേ, യേശുക്രിസ്തുവിനെ ശരീരത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും അന്തിക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ തന്നെ. അപ്പോൾ നമ്മൾ അന്തിക്രിസ്തു ആകരുത്, നമ്മൾ അന്തിക്രിസ്തുവിനെ അനുസരിക്കുകയും വരുത്. അന്തിക്രിസ്തുവിനെ തിരിച്ചറിയാൻ പഠിക്കണം. ആരാ അന്തിക്രിസ്തു? സ്നേഹമില്ലാത്തവർ, യേശുവിനെ അംഗീകരിക്കാത്തവർ, യേശുവിനെ വിശ്വസിക്കാത്തവർ, ദൈവസ്നേഹം ഇല്ലാത്തവർ യേശുവിനെതിരായി എതിർക്രിസ്തുവായി മാറും. അയ്യോ, അനേകരെ എതിർക്രിസ്തുക്കളാക്കാനും അന്തിക്രിസ്തുക്കളാക്കാനും പിശാചിന് ആഗ്രഹമുണ്ട്. എന്നെ ആ വഞ്ചനയിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞോണം. ഇനിയാണ് 7-ാം വാക്യം കഴിഞ്ഞ്, യേശുക്രിസ്തുവിനെ ശരീരത്തിൽ വന്നവരെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിൽ പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും അന്തിക്രിസ്തുവും ഇങ്ങനെയുള്ളവർ തന്നെ. ഒരു വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തവും ശരീരവും ജീവിതവും കാണുകയാണ്, തൊടുകയാണ്, ആസ്വദിക്കുകയാണ്, രുചിക്കുകയാണ്. ഈ കാസായിലേക്ക് കുറച്ച് വീഞ്ഞ് അങ്ങോട്ട് ഒഴിക്കിയതിൻ്റെ ശേഷം 1 ഔൺസ് വീഞ്ഞാണ് ഒഴിക്കുന്നെങ്കിൽ 1 ഔൺസ് വെള്ളം കൂടെ ചേർക്കും. തുല്യ അളവിൽ വെള്ളം ചേർക്കണമെന്നാണ്. അപ്പോൾ വീഞ്ഞൊഴിച്ചതിന് ശേഷം അത്രയും വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, നിന്റെ ദൈവത്വം നിന്റെ മനുഷ്യത്വവുമായി സംയോജിപ്പിച്ചതുപോലെ ഈ വീഞ്ഞിനോട് ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് മനുഷ്യത്വവും ദൈവത്വവും ചേർന്ന് നിന്റെ രക്തമായിട്ട് ഇതിനെ മാറ്റണമെന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ത്രോണോസിരിക്കുന്ന ആരാ? മനുഷ്യത്വവും ദൈവത്വവും കൂടെ ഒന്നിച്ചു ചേർന്ന അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രൻ മനുഷ്യപുത്രനായതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ അകത്തോട്ട് കയറ്റാൻ പോകുന്നത്. അവൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുക. അവൻ പ്രവേശിക്കുമ്പോൾ നമ്മൾ അവൻ്റെയും അവൻ നമ്മുടേതുമായി തീരണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 8-ാമത്തെ വാക്യം നമുക്കുള്ള പ്രത്യേക സന്ദേശം ഈ പശ്ചാത്തലത്തിൽ കേൾക്കണം. യോഹന്നാന്റെ 2-ാം ലേഖനം 8-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ പ്രയത്നഫലം നഷ്ടമാകാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിക്കുകയും. ആ ശ്രദ്ധ നമുക്ക് എത്ര ശതമാനമുണ്ട്? ഇന്നത്തെ സ്വയപരിശോധന അതാണ്. ശ്രദ്ധ. അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്നതാണ് വചനം. ശ്രദ്ധയോടെ വചനം കേട്ടില്ലെങ്കിൽ പിശാചിനെ കൊത്തിക്കൊണ്ടു പോകും. പിശാചിനെ ഓടിച്ചാലും അവൻ വചന സുരക്ഷയുടെ സമയത്ത് അനുവാദം വാങ്ങിച്ചു വരും. അശ്രദ്ധയുള്ളവരുടെ വചനം ഞാൻ കൊത്തിക്കൊണ്ട് പോകുമെന്ന് പറയും. കൊത്തിക്കൊള്ളാനും കർത്താവ് പറയും. അപ്പോൾ എന്തുമാത്രം വചനം കൊത്തിക്കൊണ്ട് പോയി കാണും. ഒരു പക്ഷിയെ പോലെ പിശാച് വന്ന് വചനം വിതറപ്പെടുന്നതായ ആ വിളഭൂമികളിൽ അശ്രദ്ധയുള്ളവരുടെ വചനങ്ങളെ ആര് കൊത്തിക്കൊണ്ടു പോകും? അതുകൊണ്ടാണ്
ശുശ്രൂഷക്കാരൻ വചനം വായിക്കുന്നതിനും എന്തൊക്കെയാ പറയുന്നത്? അടക്കം വേണം, ഭയം വേണം, വണക്കം വേണം, വിറയൽ വേണം, ഒരുക്കം വേണം, ശ്രദ്ധ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ വചനം നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എത്ര നാളായി അശ്രദ്ധയോടെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് പിശാച് കൊണ്ടുപോയ വചനം എത്രയും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതൊന്നും അന്വേഷിക്കും, ഒരു അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ആ സ്വർഗത്തിൽ കണക്കുണ്ട്. നമുക്ക് എന്തുമാത്രം വചനം അതിൽ കൂടി എല്ലാം തന്നിരിക്കുന്നു, എന്തുമാത്രം വചനം പിശാച് കൊത്തിക്കൊണ്ടുപോയി. കത്താൻ ദുഃഖമാണ്. അത് ഹൃദയത്തിൽ വിളയേണ്ട ഇതാണ്. പിശാച് കൊത്തിക്കൊണ്ടു പോകുന്നത് വളർത്താനൊന്നുമില്ല, നശിപ്പിക്കാനാണ്. പിശാച് കൊത്തിക്കൊണ്ടുപോയത് നശിപ്പിച്ച് കളയുക. അവനത് നശിപ്പിച്ചത് ആർക്കാ ദുഃഖം? തന്ന കർത്താവിന് ദുഃഖമാണ്. ആ ദുഃഖം മാറിയിട്ടുണ്ടോ? ഈ 25 നോയമ്പിലെ നിങ്ങളുടെ ത്യാഗങ്ങൾ, നിങ്ങളുടെ കുമ്പിടിയിലെ നിങ്ങളുടെ ഉപവാസം, പ്രാർത്ഥന, നടപ്പ് മുതലായവ, അതിനാകട്ടെ എൻ്റെ കർത്താവേ, ഞാൻ ഒത്തിരി വചനം കേട്ടതാ, വായിച്ചതാ, പക്ഷേ അതെല്ലാം ശത്രു, എൻ്റെ അശ്രദ്ധ കൊണ്ട് ശത്രു കൊത്തിക്കൊണ്ടുപോയി. കർത്താവിനെ ദുഃഖിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും കിട്ടുന്ന വചനം ഒട്ടും ഞാൻ കളയുകയില്ല. ഞാൻ ശ്രദ്ധയോടെ വാങ്ങിക്കും, എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വയ്ക്കും. അതിനെ ഞാൻ വളർത്തി, മാതാവ് യേശു കുഞ്ഞിനെ വളർത്തിയ പോലെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറയാമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം നേടാൻ സാധിക്കും. അപ്പോൾ ഈ അപ്പോസ്തലനായ യോഹന്നാൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും പ്രയത്നം എന്തായിരുന്നു? വചനം വിതയ്ക്കലായിരുന്നു. അപ്പോസ്തലന്മാരുടെ പണി തന്നെ വചനം വിതയ്ക്കൽ. അതാണ് പ്രയത്നം. മനുഷ്യ ഹൃദയങ്ങളെ ഒരുക്കി തയ്യാറാക്കി, അതിനെ വിളഭൂമിയാക്കി, അതിനെ കൃഷിഭൂമിയാക്കി 100 മേനി വിളവുണ്ടാക്കുന്ന ഒരു സ്ഥലമാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർക്ക് മുമ്പ് പ്രവാചകന്മാർ ബന്ധപ്പെട്ടു. അങ്ങനെ എല്ലാ തലമുറയിൽ നിന്നും എസൻസ് എടുത്താണ് മാതാവിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് വംശാവലി പട്ടിക ഇതിനകത്ത് ലൂക്കോസിന് ശേഷം 3-ാം അധ്യായത്തിൽ ആദാമിൻ്റെ കാലം മുതൽ യോസേപ്പിൻ്റെ കാലം വരെയുള്ള വംശാവലിയിൽ, ആ വംശാവലിയിൽ ഉണ്ടായിരുന്നവരെ യേശുവിൻ്റെ വല്യമ്മച്ചിമാരെയും വല്യപ്പച്ചന്മാരെയും വാർത്തെടുക്കാൻ വേണ്ടി അവരെ എല്ലാം കർത്താവ് വ്യക്തിപരമായിട്ട് സന്ദർശിച്ചു. അവരിൽ നിന്നെല്ലാം വലിച്ചെടുത്ത് എസൻസ് എല്ലാം കൂടെ ചേർത്താണ് അന്നായുടെ ഉദരത്തിൽ മറിയാമിനെ ദൈവം വളർത്തിയത്. അതുകൊണ്ടാണ് മാതാവിന് 100% ശ്രദ്ധയോടെ വചനം കേൾക്കാൻ. സാധാരണ കല്യാണം വച്ചിരിക്കുന്ന പെണ്ണിനോട് നീ ഇപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഓടിപ്പോവുകയുള്ളൂ. ഇതെന്നാ ഭ്രാന്തായത് എന്ന് പറഞ്ഞാൽ ഓടിപ്പോകാനേ സാധ്യത. പക്ഷെ കന്യമറിയാം നിന്നു കൊടുത്തു. ഇതെന്നതായി പരിപാടി? സംശയം തീർത്തു. നീ വിചാരിക്കുന്ന പോലെയല്ല. ഹവ്വായുടെ അടുത്ത് പിശാച് വന്ന് ദുഷ്ടനിൽ നിന്ന് കയൻ ജനിച്ച പോലെയുള്ള അല്ല. അമ്മച്ചിക്ക് പേടി അതാ, ഇത് അപകടകരമായ വചനിപ്പാണോ? ആ അപകടകരമായ വചനിപ്പ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനും അപകടത്തിൽ പെടാൻ പോവുകയാണോ? കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സംശയം ചോദിച്ചപ്പോൾ നീ വിചാരിച്ച പോലെ അല്ല, നീ കന്യയായിരുന്നുകൊണ്ട് തന്നെ ഈ വചനത്തെ സ്വീകരിക്കാനും ഗർഭം ധരിക്കാനും പാലൂട്ടാനും വളർത്താനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ കല്യാണം കൊണ്ട് പോകണം. ഇതാ ഞാൻ കർത്താവിൻ്റെ. അപ്പോൾ വചനം ശ്രദ്ധയോടെ കേട്ടു, സംശയം തീർത്തു, എല്ലാ സംശയങ്ങളും തീർത്തു, പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ അനുസരണത്തോടെ വചനം സ്വീകരിച്ചപ്പോൾ വചനം മാംസം ധരിക്കുവാൻ തുടങ്ങി. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് സംശയങ്ങൾ പലതും കൊണ്ടുവരും. അതെല്ലാം തീർത്തോണം. ദൈവസന്നിധിയിൽ പോയി അതെല്ലാം തീർത്ത് ആ വചനം പൂർണ്ണമായി നമ്മൾ മാംസം ധരിച്ചാൽ നമുക്ക് യേശുവിൻ്റെ അമ്മയാകാൻ സാധിക്കും. അപ്പോൾ 8-ാം വാക്യത്തിലെ ആ ശ്രദ്ധ, ഞങ്ങളുടെ പ്രയത്നഫലം നഷ്ടമാകാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ ശ്രദ്ധിക്കുകയും. പരിശുദ്ധ കന്യമറിയാമാണ് അപ്പോസ്തലന്മാരുടെ ഒക്കെ മുമ്പ് പ്രവാചകന്മാരുടെ പ്രയത്നഫലം ഒട്ടും നഷ്ടമാകാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം കന്യ ഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന പദ്ധതി നടപ്പിലാക്കി അങ്ങോട്ട് കൊടുത്തു. ആ മാതാവിന് കിട്ടിയ പ്രതിഫലം എന്നാണെന്നറിയാമോ? മാതാവിനെ കർത്താവ് എടുത്തോണം പോയി. മാതാവിനെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വാങ്ങിപ്പ് പെരുന്നാൾ ചെയ്ത പണി തന്നെ മാതാവിനെ എടുത്തോണം പോയി അവിടെ കൊണ്ട് സ്വർഗത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം മാതാവ് കർത്താവിനെ എടുത്തുകൊണ്ട് തന്നൊരു കാലമുണ്ട്. മാതാവ് കർത്താവിനെ എടുത്തുകൊണ്ട് തന്നതിൻ്റെ പ്രതിഫലമാണ് മാതാവിനെ കർത്താവ് എടുത്തുകൊണ്ട്. ഇപ്പം നമ്മളെ കർത്താവ് കല്യാണത്തിനെങ്കിൽ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എന്നാ വേണം? ഇപ്പം കർത്താവിനെ കൊണ്ട് നടക്കണം, എടുത്തുകൊണ്ട് നടക്കണം. അതിനാണ് ഈ ധ്യാനം എന്ന് പറയുന്ന കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാൻ്റെ 2-ാം ലേഖന 8-ാം വാക്യപ്രകാരം പരിശോധിക്കേണ്ട കാര്യം എന്നാണ്? കർത്താവ് വചന ശുശ്രൂഷയുടെ പ്രയത്നഫലം എത്രമാത്രം ഞാൻ നഷ്ടമാക്കിയിരിക്കുന്നു. ഒരു ചോദ്യം. ഞാൻ നഷ്ടമാക്കിയ വചനങ്ങൾ എത്ര? ഞാൻ നഷ്ടമാക്കിയ അനുഗ്രഹങ്ങൾ എത്ര? പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാനുള്ള ശ്രദ്ധ എത്രയുണ്ട്? എനിക്ക് പൂർണ്ണ പ്രതിഫലം കിട്ടാതെ പോയ അശ്രദ്ധ എത്രയുണ്ട്? ഇതൊക്കെ കണ്ടുപിടിക്കുക. എല്ലാവരും എഴുതി ചോദിച്ചോണം. കമ്പ്യൂട്ടറിൽ ഉത്തരം കിടപ്പുണ്ട്. സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ തന്നെ മറുപടി വന്ന് കിടപ്പുണ്ട്. അത് നിങ്ങൾ തന്നെ
ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തണം. വിശുദ്ധ കുർബാന അനുഭവിച്ചതിൻ്റെ ശേഷം ഈ അനുഭവത്തിന് മുമ്പുള്ള സമയം കർത്താവെ എൻ്റെ അശ്രദ്ധയെല്ലാം മാറ്റണം. നീ എത്ര വർഷമായി അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അഹോരാത്രം അവർ ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യമെല്ലാം ഈ യേശു ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഞങ്ങളതിനെ പൂർണ്ണമായി ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ആ ശ്രദ്ധ മുടക്കിയെ ഞങ്ങൾ മാറ്റി പൂർണ്ണ ശ്രദ്ധയോടെ, പൂർണ്ണ സ്നേഹത്തോടെ, പൂർണ്ണ അനുസരണത്തോടെ വചനം ഉൾക്കൊണ്ട് ഞങ്ങൾ നിൻ്റെ സ്വന്തമാകുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ നയമാൻ പൂർണ്ണ വിശ്വാസത്തോടെ വെള്ളത്തിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ ശിശുതുല്യമായ ശരീരം കിട്ടി, ശിശുതുല്യമായ ഹൃദയവും കിട്ടി. അവൻ സത്യദൈവത്തെ ആരാധിക്കാൻ തീരുമാനമെടുത്തു. എലീശായുടെ അവിടുന്ന് ഒരു എഴുതപ്പുറത്ത് മണ്ണും കൊണ്ടുപോയി അത് വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലത്തെ ശുദ്ധീകരിച്ച് മണ്ണങ്ങോട്ട് നിരത്തി ഒരു പായ അങ്ങോട്ടിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതുപോലെ എല്ലാ വിഗ്രഹങ്ങളോടും അത്യാഗ്രഹങ്ങളോടും അന്യദേവന്മാരുടെ യാത്ര പറഞ്ഞ് ദൈവമേ നീ എന്നിൽ വചനം മാംസം ധരിച്ച് വളർന്നോ ജീവിച്ചോ എന്ന് പറഞ്ഞ് പൂർണ്ണമായി പ്രതീക്ഷിക്കാൻ വേണ്ടി മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഈ പൂർണ്ണ ശ്രദ്ധയുടെ അനുഗ്രഹം നോക്കുന്ന കുറച്ച് കടം വാങ്ങിക്കുക. മാതാവിന് ശ്രദ്ധാമുടക്കിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധാമുടക്കിക്ക് പകരം കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ടിട്ട് മാതാവിൻ്റെ ബാങ്കിൽ നിന്ന് പൂർണ്ണ ശ്രദ്ധയുടെയും പൂർണ്ണ വിശ്വാസത്തിൻ്റെയും പൂർണ്ണ സ്നേഹത്തിൻ്റെയും പൂർണ്ണ അനുസരണത്തിൻ്റെയും കൃപ കുറച്ച് കടം വാങ്ങിച്ചാൽ പിന്നെ അടുത്ത ബന്ധുക്കോസിയൊക്കെ കഴിയുമ്പോൾ കടം തിരിച്ചു വിട്ടേച്ചാൽ മതി. കടം വേണ്ടിയവർ എഴുന്നേൽക്കാം. ഇപ്പോൾ മാതാവ് തരാനായിട്ട് ധൂപം പ്രാർത്ഥനയിൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. ഇന്ന് വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ നമ്മൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണമെന്നുള്ള കാര്യമാണ് കേട്ടത്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം തണുത്ത് വിറങ്ങലിച്ച് ഐസ് കട്ട പോലെ ഇരുന്നാൽ നമ്മൾ വൃത്തരായിരിക്കും. എന്നാൽ യൗവനം പുതുക്കി തന്ന നമ്മുടെ ദേഹിയുടെ മണ്ഡലം ദൈവസ്നേഹാഗ്നിയിൽ ഉരുകി വെള്ളം പോലെ ആവി പോലെ ആകാമെങ്കിൽ നമുക്ക് ശിശുക്കളാകാൻ സാധിക്കുമെന്നും ആ ശിശുക്കൾ ദൈവസന്നിധിയിൽ ചെന്ന് യുവത്വം പ്രാപിച്ചിട്ട് യുവാവായ കർത്താവിനോട് ചേരുമെന്നും അങ്ങനെ നമുക്ക് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കും, കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ള ഇതാണ് ആദ്യം സാധിക്കേണ്ട കാര്യം. ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാലേ ഭർത്താവിന് ഭാര്യയെ സന്തോഷിപ്പിക്കാനൊക്കെ ഉള്ളൂ. ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ കർത്താവിൽ സന്തോഷിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഒരു കൊല്ലം അവധിയെടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. ആവർത്തനം 24 ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച് ഒരു കൊല്ലം ഭാര്യയെ സന്തോഷിപ്പിച്ച് ആരെങ്കിലും കൂട്ട് തീരുപ്പുണ്ടോ? എന്താ, ഒരു കൊല്ലം ഭാര്യയെ സന്തോഷിപ്പിച്ചാലേ അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള സലസ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അതിലെല്ലാവർക്കും കുറവുണ്ട്. അതിൻ്റെ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ വ്രതമായിരിക്കുക. ഭാര്യാഭർത്ത ബന്ധം വേണ്ടാന്ന് വെക്കുക. ഈ 25 നോമ്പ് വിടുന്നവരെ ഞങ്ങൾ അവിവാഹിതരായി അല്ലെങ്കിൽ വൃതസ്ഥരായി കഴിഞ്ഞോളാം. ഞങ്ങൾ കർത്താവിൽ കല്യാണത്തിൻ്റെ അന്ന് വരെ വൃതസ്ഥരായി കഴിഞ്ഞിരുന്നെങ്കിൽ, കർത്താവിൽ സന്തോഷിച്ചിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം ഭാര്യയെ സന്തോഷിപ്പിക്കാനുള്ള സന്തോഷത്തിൻ്റെ വലിയ മുതൽക്കൂട്ട് കയ്യിലുണ്ടാകുകയാണ്. പക്ഷേ അത് സാധിച്ചിട്ടില്ലെങ്കിൽ ആ കുടിശ്ശിക തീർക്കാൻ ഇനിയുള്ള സമയം യൗവനം പുതുക്കി തന്ന് ക്രിസ്മസിൻ്റെ ഡിസംബർ മാസം 25-ാം തീയതി പുതുക്കിയ യൗവനത്തോടെ നിങ്ങൾക്ക് ആദ്യ രാത്രിയിലേക്ക് പ്രവേശിച്ചതുപോലെ സന്തോഷമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ യൗവനം പുതുക്കി കിട്ടും. യേശുക്കുഞ്ഞിനെയും കിട്ടും. ആ യേശുക്കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മളെല്ലാം പുതുതാക്കട്ടെ. കർത്താവിൻ്റെ മാറിലണച്ച് നമ്മളെ അനുഗ്രഹിച്ച യേശുവിൻ്റെ അനുഭവം എല്ലാവർക്കും ലഭിക്കാൻ ഇനി ഈ നോമ്പിൻ്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നോമ്പ് കാലത്തെ ഇവിടുത്തെ ആരാധനയുടെ ക്രമം നിങ്ങളെ അറിയിക്കുന്നു. ശനി ഞായർ ദിവസങ്ങൾ പഴയ സമയം. ശനിയാഴ്ച 8:30 തുടങ്ങും, ഞായറാഴ്ച 8 മണിക്ക് തുടങ്ങും. എന്നാൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയത്തിന് വ്യത്യാസമുണ്ട്. അത് നോമ്പ് കാലത്ത് ഉച്ചവരെയെങ്കിലും ഉപവസിക്കേണ്ട ദിവസമായതുകൊണ്ട് 12 മണിക്കേ കുർബാന തീരുകയുള്ളൂ, 9-നെ തുടങ്ങുള്ളൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 5 ദിവസങ്ങളിലും ഉച്ചവരെ ഉപവാസം എടുത്ത് 12 മണി കഴിഞ്ഞ് കുർബാന അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വരേണ്ടത്. അതിനുമുമ്പേ വന്നിട്ട് പോകേണ്ടവർക്ക് വരാം. വന്ന് മല കയറി കുരിശിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകേണ്ടേ പോവാം. നേരത്തെ വരുന്നവർക്ക് മല കയറി പ്രാർത്ഥിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. പരസ്യമായ പ്രഭാത പ്രാർത്ഥന ഉച്ചവരെയുള്ള നടത്തി വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്ന 9 മുതൽ 12 വരെയുള്ള ആരാധനയ്ക്കിടയിൽ 11 മണി വരെയും ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും. 11 മണിക്ക് കുർബാനയ്ക്ക് കയറി 12 കഴിയുമ്പോൾ കുർബാന തീർക്കുന്നതാണ് അടുത്ത ആഴ്ചയിലെ 5 ദിവസത്തെ പരിപാടി. നോമ്പ് തീരുന്നിടം വരെ ഇതായിരിക്കും ഇവിടുത്തെ പരിപാടി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ശനി ഞായർ പതിവ് പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ 9 മുതൽ 12 വരെ
ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ഒരുങ്ങി തയ്യാറായി വരുന്ന നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇന്ന് നോമ്പിൻ്റെ 2-ാം ദിവസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനും സ്വയപരിശോധന ചെയ്യുവാനും സ്വർഗത്തിലെ കമ്പി ആഫീസിൽ നിന്ന് ഞങ്ങൾ കമ്പിയടിച്ചു തന്നതായ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങുവാനും അങ്ങനെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ വചനം വിതയ്ക്കാൻ ഒത്തിരി ബദ്ധപ്പാട് നടത്തി. അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണ ശ്രദ്ധയോടെ വചനം ഉൾക്കൊള്ളുവാനോ കന്യമറിയാം യേശുവിനെ വളർത്തിയ പോലെ വളർത്താനോ കഴിഞ്ഞിട്ടില്ല. കുറവ് പരിഹരിക്കണം. ഞങ്ങളുടെ ഈ നോമ്പ് കാലത്ത് ഞങ്ങളിതാ എല്ലാം ബലിപീഠത്തെ വെച്ചിരിക്കുന്നു. ഭാര്യയും ഭർത്താവിനെയും മക്കളെയും സമ്പത്തിനെയും സുഖത്തെയും സകലരെയും ബലിപീഠത്തെ വെച്ചിരിക്കുന്നു. അബ്രഹാം ഇസാഖിനെ ബലിപീഠത്തെ വെച്ച പോലെ വെച്ചിരിക്കുക. നീ ഞങ്ങൾക്ക് തരുമ്പം മതി. നിന്നെ ഞങ്ങൾക്ക് വേണ്ടത്. നിന്നിൽ സന്തോഷിച്ചിട്ട് നീ എനിക്ക് സന്തോഷിക്കാൻ വല്ലവരെ തരുന്നെങ്കിൽ അത് മതി. ആ ബോധത്തോടെ ആ അബ്രഹാമിൻ്റെ ബലിയിൽ ദൈവം സന്തോഷിച്ച, ആ ആരാധനയിൽ ദൈവം പ്രസാദിച്ച് നീ എന്നെ സ്നേഹിക്കുന്ന ഇപ്പോൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ദിവസത്തെ ഇവിടുത്തെ ആരാധന കഴിയുമ്പോൾ കർത്താവ് ഞങ്ങൾ നേരിട്ട് പറയണം, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ എല്ലാ കുടിശ്ശികളും തീർന്ന് മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിച്ച് 100 പേനെ വിളവുണ്ടാക്കുന്ന വിളഭൂമിയായി മാറി 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന ഭണ്ഡാരമായി മാറുവാൻ ഇനി ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.